ചിറയൻകീഴിൽ ഒരു കുട്ടി പാമ്പുകടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് ചിറയൻകീഴ് ആശുപത്രിയിലേക്ക് ആദ്യഘട്ടത്തിൽ ചികിത്സാ നിഷേധമുണ്ടായെന്ന് ആരോപിക്കപ്പെട്ട ആശുപത്രിയിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ഹലോ, വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ആന്റിവെനം ഉണ്ടായിട്ടും ചികിത്സ നൽകിയില്ല എന്നുള്ളതാണ് ആരോപണം. പക്ഷേ ആദ്യഘട്ടത്തിൽ രക്തപരിശോധന നടത്തിയ സമയത്ത് അങ്ങനെ വിഷബാധയേറ്റു എന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കുടുംബം ഇന്ന് ചികിത്സാ നിഷേധമുണ്ടായി എന്ന പരാതി മുന്നോട്ട് വെച്ചിരുന്നു. കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ചിറയൻകീഴിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ചികിത്സാ നിഷേധമുണ്ടായി എന്നുള്ള കുടുംബാംഗങ്ങളുടെ പരാതിയുടെ പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ BJPയുടെ പ്രതിഷേധം ആശുപത്രിയിലേക്ക്. മധു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ്. അല്പസമയം മുമ്പ് BJP പ്രതിഷേധവും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്നിരുന്നു. ഇപ്പോൾ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ഉപരോധം തീർത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. 8 വയസ്സുകാരൻ, അതായത് അഴൂർ പാമ്പുകടിച്ച് കൊണ്ടുവന്ന സമയത്ത് 8 വയസ്സുകാരന്റെ ചികിത്സ നൽകിയിട്ടില്ല എന്നുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസും BJPയും ഒക്കെ തന്നെ രാത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് വേണ്ടത്ര ചികിത്സ ആശുപത്രി അധികൃതർ നൽകിയിരുന്നെങ്കിൽ ആ 8 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലത്തെത്തുന്ന രോഗികൾക്ക് കടുത്ത അവഗണനയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ട് പോലും വേണ്ടത്ര ചികിത്സ ഇവിടെ നൽകാൻ അവർക്ക് കഴിയുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ കൂടിയാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ കുട്ടിയുടെ അച്ഛൻ തന്നെ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. ഡോക്ടർ ഒന്ന് തൊട്ടു നോക്കുക പോലും ചെയ്തില്ല സ്വന്തം മോനെ. നേഴ്സ് ഒന്ന് മറിച്ച് കിടത്തി നോക്കുക മാത്രമാണ് ചെയ്തത്. ആന്റിവെനം നൽകാമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടായിട്ട് പോലും, അതായത് ആശുപത്രിയിൽ ആന്റിവെനം ഉണ്ടെന്ന് ആശുപത്രി അധികൃതർ തന്നെ പറഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു സാധ്യത അവിടെ ഉപയോഗിച്ചില്ല. ആകെ 2 ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി. ആ ബ്ലഡ് ടെസ്റ്റുകളിൽ വിഷജന്തുക്കൾ ഒന്നും തന്നെ കടിച്ചിട്ടില്ല എന്നുള്ള കാര്യം തങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായതെന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് DMO ഇതിനകത്ത്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിറയൻകീഴ് ആശുപത്രിയിലേക്ക് പ്രതിഷേധമുണ്ടാവുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാകുന്നു. തൊട്ടിപ്പുറത്ത് BJPയുടെ പ്രതിഷേധം, നേരത്തെ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ചിറയൻകീഴ് ആശുപത്രിയിൽ ദീക്ഷന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമുണ്ടാകുന്നത്. ചികിത്സാ നിഷേധമുണ്ടായതിന്റെ പേരിലാണ് കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം.